God. Sana hindi pumani yung kotse. Oh my God. ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യുമെന്ന് ഓരോ നിമിഷവും ആവർത്തിച്ചുറപ്പിക്കുന്ന ഇസ്രയേലാണ്. അപ്പോഴും ഒരു പ്രവചനത്തിലും ഉണ്ടായിരുന്നില്ല ഖത്തർ ആക്രമണം. എതിരാളികളെ തച്ചുടയ്ക്കാൻ അന്യരാജ്യങ്ങളിൽ കാർ ബോംബ് സ്ഫോടനങ്ങളും വിഷം കൊടുക്കലും സ്നൈപ്പർ ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന മൊസാദ് ഇന്നലെ ബോംബിട്ടത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറബ് നഗരങ്ങളിൽ ഒന്നിൽ, ഖത്തറിന്റെ തലസ്ഥാന നഗരിയിലെ ജനവാസ കേന്ദ്രത്തിൽ. ഇസ്രായേൽ ഇതിലൂടെ ലംഘിച്ചത് വീണ്ടും അന്താരാഷ്ട്ര സമാധാന നിയമങ്ങൾ കൂടി. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതു മുതലുള്ള പ്രധാന മധ്യസ്ഥരുമായ ഖത്തറിനെ തന്നെ ആക്രമിച്ചതിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെക്കുന്നത് മധ്യസ്ഥ ചർച്ചകളും സമാധാന ശ്രമങ്ങളും കാറ്റിൽ പറത്തുന്ന നടപടിയല്ലാതെ മറ്റൊന്നുമല്ല. ഇസ്രായേലിനെ സഖ്യകക്ഷിയെ അധികകാലം കണക്കാക്കാനാകില്ലെന്ന നാറ്റോ രാജ്യങ്ങളും നിലപാടെടുക്കുമ്പോൾ, ഫ്രാൻസും ബ്രിട്ടനും മറ്റ് അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തെ തള്ളിപ്പറയുമ്പോൾ ഇനി എന്താകും പശ്ചിമേഷ്യയിലെ അടുത്ത നീക്കങ്ങൾ? അമേരിക്കയെ പോലും നോക്കുകുത്തിയാക്കി ഇസ്രായേൽ നടത്തിയ നീക്കം ഗസ പൂർണ്ണമായും കൈപ്പിടിയിലാക്കാനാണെന്നതിൽ തർക്കമില്ല. യുദ്ധഭൂമിയായി മാറിയ ഗസയിലെ സ്ഥിതിയിൽ ഇനി എങ്ങനെ മാറ്റമുണ്ടാകും? പശ്ചിമേഷ്യ പുകയുമ്പോൾ ഖത്തറിലെ പ്രവാസി ഇന്ത്യൻ സമൂഹമടക്കം മലയാളികളടക്കം ആശങ്കയിൽ നിന്ന് പുറത്തെങ്ങനെ കടക്കും? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. പാനലിൽ നമുക്കൊപ്പം ചേരും രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ PJ വിൻസെന്റ്, ഒപ്പം MS വേണുഗോപാൽ, അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തക അഞ്ജന ഷഗാർ UAE-യിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ സജിമോൻ ആന്റണി, ഒപ്പം പ്രതിരോധ വിദഗ്ധൻ രഘുനാഥ് ചൈതന്യ. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, ഏത് തരത്തിലാണ് ഇസ്രയേലിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകാത്ത രീതിയിൽ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം ഒപ്പം ചേരുകയാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ MS വേണുഗോപാൽ, മധ്യസ്ഥ ചർച്ചകളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനം ശ്രമം വേണമെന്നോ മധ്യസ്ഥ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഹമാസിനെ തീർക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും അതൊരു ഡൈല്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഏതെങ്കിലും തരത്തിൽ മൊസാദിന്റെ ചിന്തയിൽ പോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇനി മധ്യസ്ഥ ചർച്ചകൾ പരിപൂർണമായി അവസാനിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഖത്തർ ആക്രമണം പശ്ചിമേഷ്യയിൽ ഏത് തരത്തിലുള്ള ആശങ്ക പടർത്തിവിടുന്നു ഈ നിമിഷത്തിൽ എന്നാണ്? ഇത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഗാസയിൽ പ്രത്യേകിച്ച് ഹമാസിൻ്റെ മുന്നിൽ ഉയർത്തുക എന്നുള്ളതാണ് നെതന്യാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. നെതന്യാഹുവിൻ്റെ ശ്രമം, നിങ്ങൾക്ക് ഇറാൻ നഷ്ടപ്പെട്ടു, ഈജിപ്ത് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ തുർക്കി നഷ്ടപ്പെട്ടു, അവസാനത്തെ നിങ്ങളുടെ അഭയമായിരുന്ന ഖത്തർ കൂടി നിങ്ങൾക്ക് സുരക്ഷിതമല്ലാതായിരിക്കുന്നു, ആ ഒരു മെസ്സേജ് കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അത് വലിയ ഒരു കളിയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ പ്രതിഷേധം അതിനകത്തുണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിലൊരു സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതുമാണ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസ എന്ന് പറയുന്നത് ഇനി ഞങ്ങളുടെ ഒരു ഭൂമിയായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കുറച്ച് പേർ മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശമായി അവിടെ നിൽക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിഗമനം, ഇപ്പോഴത്തെ ഉദ്ദേശം. ആ ഉദ്ദേശം സാധ്യമാകണമെങ്കിൽ ഖത്തർ അവർക്ക് നൽകുന്ന പിന്തുണ, അത് വെറും പിന്തുണയല്ല, മില്യൺസിൻ്റെ സാമ്പത്തിക പിന്തുണയുണ്ട്, മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ അവർ നൽകുന്ന സഹായമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ സാമ്പത്തിക സഹായം മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് കിട്ടുന്നത് കൂടി ആയുധത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ അവരുടെ ഉള്ളിലുണ്ട്. ആ കൺസെപ്റ്റാണ് അവരെ കൂടുതൽ, അതായത് യു എസിനെയും ഖത്തറിനെയും പിണക്കിക്കൊണ്ടാണെങ്കിൽ പോലും ഒരു ആക്രമണത്തിന് മുതിർന്നത്. പക്ഷേ IDF ഇന്ന് സ്വല്പം നിരാശരാണ്. കാരണം അവരുദ്ദേശിച്ച ടോപ്പ് ലീഡേഴ്സിനെ ആരെയും അവർക്ക് തട്ടാൻ കഴിഞ്ഞില്ല, വധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ നിരാശരാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ അവർക്ക് സമാധാനമുണ്ട്. കാരണം ഇപ്പോൾ നടത്തിയ ഈ ആക്രമണം ഹമാസിന് ഒരു വലിയ അഭയകേന്ദ്രം ഇല്ലാതാക്കുകയാണ്. അവരുടെ കണക്കൂട്ടലിൽ 1000-ഓളം ഹമാസ് അംഗങ്ങൾ ഖത്തറിലുണ്ട് എന്നുള്ളതാണ്. ആ ഖത്തറിൽ
ഒരു വില്ല തന്നെ, ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വലിയ വില്ല 1000-ഓളം ഹമാസ് അംഗങ്ങൾക്കും അവരുടെ കുടുംബത്തിനുമായിട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മൊസാദിൻ്റെ കണക്കൂട്ടൽ. ആ പ്രദേശങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നത് ഹമാസിന് ഗാസയ്ക്ക് പുറത്ത് ഒരു വലിയ എക്സ്റ്റേണൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കിട്ടുന്നതിന് തുല്യമാണ്. അതിനെ ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ ഖത്തർ നാളെയും ഇത്തരത്തിലുള്ള സഹായങ്ങൾ തുടരുകയും ആ സഹായങ്ങൾ മനുഷ്യാവകാശ സഹായം എന്നുള്ള പേരിൽ നേടിക്കൊണ്ട് തങ്ങൾക്കെതിരെ ആയുധങ്ങൾ ശേഖരിച്ച് ഉപയോഗിക്കാനായിട്ട് ഹമാസ് തയ്യാറാകും എന്നുള്ളതാണ് അവരുടെ ഒരു ഭയം. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഈ ഒരു നീക്കം. അതോടൊപ്പം തന്നെ ബന്ദികളെ ഇതുവരെ പൂർണ്ണമായും മോചിപ്പിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം ഇസ്രായേലിൽ വളരെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10,000-കണക്കിന് പേരാണ് നെതന്യാഹുവിൻ്റെ വസതിയിലേക്ക് ജെറൂസലേമിൽ മാർച്ച് ചെയ്തത്. അവരെല്ലാവരും ആവശ്യപ്പെട്ടത് മരണത്തിൻ്റെ മണിമുഴക്കമുള്ള ഈ സർക്കാർ അവസാനിപ്പിക്കണമെന്ന് കൂടിയാണ് അവർ പറഞ്ഞത്. അത് ഇസ്രായേലിനകത്തുനിന്ന് നെതന്യാഹുവിന് വലിയ ഭീഷണി നേരുന്നുണ്ട്. ആ ഭീഷണിയെയും അദ്ദേഹത്തിന് തകർക്കണമെങ്കിൽ ഒരു പുതിയ മുഖമോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ട്രാറ്റജിക് മൂവോ ഞാൻ നടത്തുന്നു എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് കൂടിയാണ് ഞാൻ ഖത്തറിൽ ആക്രമണം നടത്തിയത് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ USA-യോടും യൂറോപ്യൻ രാഷ്ട്രങ്ങളോടും ഇത് അടുത്ത ഘട്ടത്തിലായിട്ട് അവരിത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ബന്ദികളെ വിട്ടുതരുന്നതിന് യാതൊരു സഹായവും ചെയ്യുന്നില്ല, അത് അടിയന്തരമായി ചെയ്യണം. ഞങ്ങളുടെ നാട്ടിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കുന്നത് യുദ്ധം ഇത്രയും നാൾ നീണ്ടു നിന്നു. അത് അവസാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ പലപ്പോഴും മുൻകൈയെടുത്തു. പക്ഷേ എന്നിട്ടും യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്ന ഞങ്ങളുടെ ബന്ദികളെ വിട്ടുകിട്ടുന്നില്ല എന്നൊരു അതിലെനിക്കൊരു, അതായത് നെതന്യാഹുവിന്റെ ഈ നീക്കം തന്നെയാണോ അതിന് തടയിടുന്നതെന്നൊരു ചോദ്യം കൂടി ഞാൻ തീർച്ചയായിട്ടും നെതന്യാഹു ഉദ്ദേശിക്കുന്നത് ഈ ബന്ദികളെ ഇപ്പോൾ മോചിപ്പിക്കുന്നതിലല്ല, അദ്ദേഹത്തിന് ഈ യുദ്ധം നീണ്ടു നിന്നാൽ തീർച്ചയായിട്ടും മനസ്സിലായി. ഞാൻ തിരികെ ഡോക്ടർ മോഹൻ വർഗീസ്, അതാണ് ആ പോയിന്റ്. ഈ കഴിഞ്ഞ 2 വർഷത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുഴുവൻ എപ്പോഴൊക്കെ മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അട്ടിമറിച്ചിട്ടുണ്ടോ നെതന്യാഹു, അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിൽ സർക്കാർ തകർന്നാൽ ആദ്യം ജയിലിലാകുന്നത് നെതന്യാഹു ആണ്. സ്വാഭാവികമായിട്ടും ഇത് അപ്രതീക്ഷിതമായിട്ടുണ്ടാക്കിയതല്ല, ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. ഒരു ഘട്ടത്തിലും ഹമാസിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യമോ ഒരു കൈൻഡ്നെസ്സോ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നെതന്യാഹു. ഗാസ കൈപ്പിടിയിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ട് ഇക്വേഷൻസ് വളരെ പെട്ടെന്ന് മാറി. സൗദി അടക്കം ഖത്തറിന് കൊടുക്കുന്ന സപ്പോർട്ട്, അമേരിക്ക നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യം, ഒരു GCC ഒരു ഐക്യമുന്നണിയിലേക്ക് പോകുമോ എന്നുള്ള സാഹചര്യം, ഒരു തിരിച്ചടിച്ച ഒരു സെൽഫ് ഗോളായി മാറുന്നു ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണം. തീർച്ചയായും സെൽഫ് ഗോൾ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുൻപ് ഖത്തറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി പരിശോധിക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. പല വള്ളത്തിൽ കാല് ചവിട്ടി ഒരേ സമയം ഈ ചെകുത്താനോടൊപ്പവും മാലാഖയോടൊപ്പവും നിൽക്കുന്ന ഒരു നിലപാട് ഖത്തറിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. ഇവിടെ ഖത്തർ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രിങ്ക്മാൻഷിപ്പ്, അത് ഇസ്രായേലിന് സ്വീകാര്യമല്ല. വൻതോതിൽ ഈ അഭയം നൽകുകയാണ് ഹമാസിൻ്റെ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്. ഖത്തർ ഒരു സുരക്ഷിത താവളമാകും എന്ന ഒരു പ്രതീക്ഷ തീർച്ചയായും ഇസ്രായേലിനെയും ഇസ്രായേൽ നേതൃത്വത്തെയും ബെഞ്ചമിൻ നെതന്യാഹു ഇൻ പർട്ടിക്കുലർ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി സുരക്ഷിത താവളം എന്ന് കരുതി ഒളിച്ചാലും ശരി, അത് ഇറാനിലായിക്കൊള്ളട്ടെ ഖത്തറിലായിക്കൊള്ളട്ടെ, തങ്ങളുടെ സൈന്യം നിങ്ങളെ തേടി വരും എന്ന ഒരു സന്ദേശം കൊടുക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. നെതന്യാഹുവിനെ വ്യക്തിപരമായി നെതന്യാഹുവിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ തീർച്ചയായും അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ ഇൻ ദിസ് മൂവ് ഈസ് സർട്ടൻലി മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ആഗ്രഹിക്കുന്നു ഈ യുദ്ധം എന്നാണോ തീരുന്നത്, ബന്ദികൾ എന്നാണോ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, എന്നാണോ യുദ്ധത്തിന് സമാധാനപരമായ പരിസമാപ്തി ഉണ്ടാകുന്നത്, ആ നിമിഷം താൻ വിചാരണ ചെയ്യപ്പെടും, താൻ ജയിലിലാകും, തൻ്റെ രാഷ്ട്രീയ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും യുദ്ധം നീണ്ടുപോകേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ്. അത് അനേക ആവർത്തി പല ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിച്ച വിഷയമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം, ഖത്തറിന് പകരം ഒരു പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്, മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഈജിപ്തിൻ്റെ റോളാണ്. ഖത്തർ മാത്രമല്ല മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത് എന്നോർക്കണം. ഈജിപ്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു റാഡിക്കൽ ഇസ്ലാമിനെയോ
അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയോ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടമല്ല ഇപ്പോൾ നിലവിൽ ഈജിപ്തിലുള്ളത്. അവിടെ റാഡിക്കൽ ഇസ്ലാം ഉണ്ട് എന്നത് നിഷേധ്യമായ കാര്യമാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളർന്നു വരാനുള്ളൊരു മണ്ണ് നൽകാൻ ഒരുപക്ഷെ ഈജിപ്ത് തയ്യാറാവില്ല. അതുകൊണ്ട് ഈജിപ്തിലേക്ക് കണ്ണുകൾ വരിക എന്നതും കുറച്ചുകൂടി ഇസ്രായേലിന് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് തങ്ങളുടെ വലിയ അയൽക്കാരായ ഈജിപ്ത് തന്നെ. 1978 മുതൽ ക്യാമ്പ് ഡേവിഡ് അക്കോർഡിൻ്റെ കാലം മുതൽ തന്നെ ഈജിപ്തുമായി ഉണ്ടായി വന്നൊരു പാരസ്പര്യം, അത് പ്രത്യേകമായ ഇപ്പോൾ അതിൻ്റെ വിളവെടുക്കാം എന്ന ഒരു ചിന്തയും ഇസ്രായേലിൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും സമാധാന ശ്രമങ്ങൾ ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്യുകയും ഖത്തർ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരുപക്ഷെ ഹമാസ് ഭാഗികമായിട്ടെങ്കിലും അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ ഫോർമുല, സമാധാന ഫോർമുല, അത് അട്ടിമറിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ഈ സമയം തിരഞ്ഞെടുത്തു. ഇനി ഖത്തറിന് പൂർണ്ണ രൂപത്തിൽ ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കാനാവില്ല. കാരണം ഖത്തർ എന്ന രാജ്യത്തിൻ്റെ മധ്യസ്ഥത തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന ഇസ്രായേലിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ അറ്റാക്ക്. ഇത് തിരിഞ്ഞുകൊത്തുമോ? ഇപ്പോൾ അപർണ എന്നോട് ചോദിച്ച ചോദ്യം, ഇസ്രായേലിൻ്റെ ഈ നീക്കം ഇസ്രായേലിന് തന്നെ വിനയാകുമോ, തിരിഞ്ഞു കുത്തുമോ എന്നാണ് ചോദ്യമെങ്കിൽ തിരിഞ്ഞു കൊത്താതിരിക്കാം. കൊത്തും എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കൊത്തണമെങ്കിൽ അറബ് രാജ്യങ്ങൾ എല്ലാം കൈകോർത്ത് ഇസ്രായേലിനെതിരെ സന്ധിയില്ലാത്ത ഒരു ആക്രമണം സജ്ജീകരിക്കണം. അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിന് അമേരിക്കയുടെ അനുവാദം വേണ്ടിവരും. ഇസ്രായേലിന് ആരുടെയും അനുവാദം വേണ്ടി വരില്ല. അമേരിക്കയെ അറിയിച്ചു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് പോസ്റ്റ് ഫാക്ടോ സാങ്ഷനാണ്. അമേരിക്ക അറിയിച്ചു എന്ന് പറയുന്നു. അമേരിക്ക പ്രസിഡന്റ് ട്രംപിൻ്റെ വിശ്വസ്തനായ പശ്ചിമേഷ്യ ദൂതൻ ആയ സ്റ്റീവ് വിറ്റ്കോഫിനെ വിവരം അറിയിക്കുകയും സ്റ്റീവ് വിറ്റ്കോഫ് ഈ വിവരം ഖത്തർ ലീഡർഷിപ്പിന് കൈമാറുകയും ചെയ്തു. അതിൽ ഉണ്ടായ ഒരു ടൈം ഡിലേ, ഈ ടൈം ഡിലേ ഉണ്ടായതുകൊണ്ടാണ് ആക്രമണം മുൻകൂട്ടി ഖത്തറിന് അറിയാൻ വയ്യാതെ പോയത്. പക്ഷേ ഇവിടെ വീണ്ടും ഒരു ദുരൂഹമായ ചോദ്യമുണ്ട്. അമേരിക്കയുടെ ആ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും വലിയ എയർ ബേസ് എന്ന് പറയുന്നത് ഖത്തറിലെ അൽ ഉദൈദ എയർബേസ് ആണ്. അവിടെ ആകാശത്തെ നോക്കി ദൂരെ നിന്ന് വരുന്ന എല്ലാ ഒബ്ജക്റ്റിനെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. എങ്ങനെയാണ് അമേരിക്കയുടെ റേഡാറിൽ ഖത്തറിൻ്റെ ദോഹയുടെ സമീപ പ്രദേശത്തുള്ള അൽ ഉദൈദ് ഒരു വ്യോമതാവളത്തിൽ നിന്നുള്ള നിരീക്ഷണ സംവിധാനം, അമേരിക്കയുടെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടത് എങ്ങനെയാണ്? ഇസ്രായേലി ഫൈറ്റർ ജെറ്റ്സ് പറന്നു വരുന്നത് അവർ കണ്ടില്ല എന്ന് പറയാനാവുമോ? അതുകൊണ്ട് ഇതിൽ നിന്നും അതിനകത്ത് ഡോക്ടർ മോഹൻ വർഗീസ് ആ പോയിന്റിന്റെ ഒരു സബ് പോയിന്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇത്രയേറെ നിർലോഭം അമേരിക്ക കയ്യും കണക്കുമില്ലാത്ത സഹായം കൊടുക്കുന്ന ഇസ്രയേൽ, അമേരിക്ക പറഞ്ഞിട്ടും അമേരിക്ക നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ ഇസ്രയേലിന് മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നു എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഒരു അമേരിക്കയ്ക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ലോകശക്തിയായി ഇസ്രയേൽ മാറുന്ന ഒരു ചോദ്യമൊക്കെ വരും. സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കകത്ത് ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു വികാരം ശക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും എന്ന ഭയം അമേരിക്കയ്ക്കില്ല. അമേരിക്ക തങ്ങളെ നിയന്ത്രിക്കും എന്ന ഒരു ഭീതി ഇസ്രായേലിനുമില്ല. ഇവരൊക്കെ തമ്മിൽ ഒരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുൻകൂട്ടി പോകുന്നത്. അത് റിപ്പബ്ലിക്കൻസ് ഭരിച്ചാലും ട്രംപ് ഭരിച്ചാലും ശരി, ഒബാമയാണെങ്കിലും ശരി, അമേരിക്കൻ പ്രസിഡൻസിയിൽ വന്നാലും ശരി, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇസ്രായേലി റിക്വയർമെന്റ്സ്. അതൊരു ധാരണയാണ്. 1948 മുതൽ ഇസ്രായേലിന്റെ വെരി എക്സിസ്റ്റൻസ് ഓഫ് ഇസ്രായേൽ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് കാറ്റഗോറിക് അഷ്വറൻസ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏത് നീക്കത്തെയും വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ബെഞ്ചമിൻ നെതന്യാഹു നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, ഹമാസിനെ തകർക്കേണ്ടത് ഒരു പരിധിവരെ അമേരിക്കയുടെ ആവശ്യം കൂടിയാണ്. ഈ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ തീർച്ചയായും ഹമാസ് ആൻഡ് അമേരിക്ക കനോട്ട് ബി ഓൺ ദ സെയിം പേജ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. ഹമാസ് എത്രയും പെട്ടെന്ന് ചർച്ചയ്ക്ക് തയ്യാറാകണം, വെടിനിർത്തൽ സാധ്യമാകണം, ബന്ദികളെ കൈമാറ്റം ചെയ്യണം, അല്ല എങ്കിൽ അരുതാത്തത് സംഭവിക്കും എന്ന് പറയുന്നതിൻ്റെ പിന്നാമ്പുറം ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഒരു GCC രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കാൻ മുതിരില്ല എന്ന വിശ്വാസമാണ് ഇവിടെ തകർന്നു വീണത്. അതിനർത്ഥം എന്താണ്? നാളെ ഏത് രാജ്യവും GCCയിൽ പെടുന്ന അല്ലെങ്കിൽ അറബി ഇസ്ലാമിക ലോകത്തെ ഏത് രാജ്യവും ആക്രമണ വിധേയമാകാം. ഇസ്രായേലിന്റെ സമീപകാല ആക്രമണ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ ആക്രമണ ചരിത്രം എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ഒക്ടോബർ 7, 2023, അതിനുശേഷമുള്ള 2 വർഷം, 2 വർഷമാകാൻ ഒരു മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ ആക്രമണ ചരിത്രത്തിൽ 6 രാജ്യങ്ങളാണ്
ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് വിധേയമായിരിക്കുന്ന ഇറാൻ. തീർച്ചയായും ഇറാൻ ഇസ്രായേൽ യുദ്ധം തന്നെ ഉണ്ടായി, ഏതാനും ദിവസങ്ങൾ നീണ്ടുന്ന യുദ്ധം തന്നെ ഉണ്ടായി. ആദ്യം ലെബനനിലേക്ക് ആക്രമണം നടത്തി, ഹിസ്ബുള്ളയെ തുരത്താൻ വേണ്ടി. അതുപോലെ ഹൂതികൾക്ക് നേരെ ആക്രമണമുണ്ടായി, യമനിലേക്ക് ആക്രമണമുണ്ടായി, സിറിയയിലേക്ക് ആക്രമണമുണ്ടായി, ഗോലാൻ ഹൈറ്റ്സിൻ്റെ ഒരു പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇറാഖിൻ്റെ ചില പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി മിസൈലുകൾ പാഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇത് 6ാമത്തെ രാജ്യമായി GCCയിലെ ഒരു അംഗരാജ്യമായ ഖത്തർ ഇവിടെ രംഗത്ത് വരികയാണ്. ഇവിടെ ഖത്തറിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ്സ്, അത് ഇസ്രായേൽ കാണുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഖത്തറിൻ്റെ നിലപാട് അവസരവാദപരമായ നിലപാടാണ് എന്ന ഇസ്രായേലിൻ്റെ ഒരു ഉഗ്രമായ പ്രഖ്യാപനം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ഖത്തർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ഭീകരത തറച്ചു വളരാൻ ഉള്ള കാരണമായി ഇസ്രായേൽ കാണുന്നത് ഖത്തർ നൽകുന്ന അഭയമാണ്. ഇപ്പം നേരത്തെ ശ്രീ വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലാണ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളും താമസ സ്ഥലങ്ങളുമൊക്കെ ഹമാസിൻ്റെ നേതാക്കൾക്ക് ഗാസയിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ ഗാസയിൽ ജീവിതം ദുസ്സഹമാകുന്ന അവസരത്തിൽ അവർക്ക് സുഖമായി വന്ന് വസിക്കാനുള്ള ഒരു ഇടമായി മാറിയിരിക്കുന്നു. കാര്യം ശരിയാണ്, റഷ്യൻസും അമേരിക്കൻസും ചൈനീസും എല്ലാം കടന്നു വരുന്ന ഒരു സിറ്റിയാണ് ദോഹ. ആർക്കും സ്വാഗതം, ദോഹയിലേക്ക് ആർക്കും സ്വാഗതം. കാരണം ഈ ലോകത്തിൻ്റെ ഒരു കാലത്ത് സ്വിറ്റ്സർലൻഡ് വഹിച്ചിരുന്ന ഒരു നിഷ്പക്ഷ പദവിയാണ് ദോഹ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മറവിൽ ദോഹ നേടിയെടുക്കുന്ന ഗുഡ്വില്ലും പണക്കൊഴുപ്പിൻ്റെ ധാരാളിത്തവും എല്ലാം ചേർന്നുകൊണ്ട് ലോകകപ്പ് ഫുട്ബോൾ വരെ ആതിഥ്യമരുളുന്ന ഒരവസ്ഥയിലേക്ക് ഖത്തർ എന്ന ചെറിയ രാജ്യം, കേവലം 25 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം വളർന്നിരിക്കുന്നു. ഇന്ത്യൻ താല്പര്യങ്ങളും അവിടെയുണ്ട്. കാരണം നമ്മുടെ പ്രവാസികളായ 8.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ വസിക്കുന്ന ഭൂമിയാണ് ഖത്തർ എന്ന് ഓർക്കണം. അതുകൊണ്ട് മധ്യ പൗരസ്ത്യ പ്രദേശത്തിൻ്റെ ഒരു ഹബ് ഓഫ് ആക്ടിവിറ്റീസ് ആയി വേണമെങ്കിൽ ദോഹ സിറ്റിയെ കാണാവുന്നതാണ്. ഒരു ഡിപ്ലോമാറ്റിക് കോൺക്ലേവ് ആണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില ഭീകരപ്രവർത്തനങ്ങൾ അത് ഇസ്രായേലിനെയും അമേരിക്കയും എല്ലാം വലിയ തോതിൽ അലോസരപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു നിഗമനം അമേരിക്കയുടെ മൗനസമ്മതത്തോടെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനൊന്നും പറഞ്ഞില്ല, ഇത് ഇസ്രായേലിൻ്റെ പദ്ധതിയാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പദ്ധതിയാണ്, താൻ ഓർഡർ കൊടുത്തതുകൊണ്ടല്ല, അദ്ദേഹം എന്നെ അറിയിക്കുന്നത് വളരെ വൈകിയാണ്, സ്റ്റീവ് വിറ്റ്കോഫിനെ ഞാൻ അറിയിച്ചിരുന്നു, അതിനേക്കുള്ള കാലതാമസത്തെക്കുറിച്ച് താനൊന്നും പറഞ്ഞില്ല എന്നുള്ള മട്ടിൽ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി ട്രംപ് പറയുന്നെങ്കിൽ പോലും അമേരിക്ക അറിയാതെ, അമേരിക്കൻ ബേസിലുള്ള ആളുകൾ അറിയാതെ ഒരു കാരണവശാലും ആ ആക്രമണം നടക്കില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം മാറി വരുന്ന ഒരു പ്രവണതയാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം ഹമാസിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക എന്ന്. അത് എത്രത്തോളം സാധ്യമാകും എന്നത് ചിന്തനീയമായ കാര്യം കൂടിയാണ്. കാരണം ഹമാസ് ഈസ് ഡീപ്ലി എൻട്രച്ച്ഡ്. അപ്പം ആ രാജ്യത്ത് ഹമാസിൻ്റെ താവളം, പ്രധാനമായ താവളം ഗാസ സിറ്റിയാണ്. ഗാസ സിറ്റിയുടെ ഏതാണ്ട് 80% ഇസ്രായേൽ കൈവശപ്പെടുത്തി കഴിഞ്ഞു. എൻറ്റയർ ഗാസയുടെയും 80%-ലധികം ഇസ്രായേലിൻ്റെ അധിനിവേശ സൈന്യത്തിൻ്റെ കീഴിലാണ്. അങ്ങനെ വരുമ്പോൾ ഗാസയിൽ നിന്ന് നിഷ്കാസിതരാകാൻ സാധ്യതയുള്ള ഹമാസിൻ്റെ അവശേഷിക്കുന്ന തുരുത്തുകൾ അവിടെയും കടന്നു ചെല്ലാനുള്ള ഇസ്രായേലിൻ്റെ താല്പര്യം ഇതിൽ കാണുന്നു. അതിനൊരിക്കലും ഇസ്രായേലിനെ ആ രീതിയിൽ കുറ്റപ്പെടുത്താനാവില്ല. ഇസ്രായേലിൻ്റെ വലതുപക്ഷ റാഡിക്കൽ സയണിസ്റ്റ് ഫോഴ്സസിൻ്റെ പിന്തുണ നെതന്യാഹുവിന് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയമായ ഒരു ഗെയിമായിട്ട് ഇതിനെ കാണുന്നു. ഇസ്രായേൽ ജനതയെ ഒരു പ്രതികാരം മാത്രമല്ല, ഇവിടെ ഒരു തരം കണക്ക് തീർക്കലുണ്ട്, പ്രതികാരമുണ്ട്, ബാലൻസിങ് ആക്ട് ഉണ്ട്, ഭാവിയിലേക്കുള്ള സുരക്ഷാ വാഗ്ദാനങ്ങളുണ്ട്. എല്ലാം ചേർന്ന് ഇസ്രായേലി ജനതയോട് സംവദിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. തീർച്ചയായും അതിനുള്ള പ്രതിഷേധങ്ങളുണ്ട്. നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നെതന്യാഹുവിനെതിരെ, നെതന്യാഹുവിൻ്റെ അഴിമതിക്കെതിരെ ഇസ്രായേലിനുള്ളിൽ നടക്കുന്നു. നിയമവാഴ്ചയുള്ള രാജ്യമാണ്. വിദേശബന്ധത്തിൽ ഇസ്രായേൽ മുഷ്ക് കാട്ടുന്നു, അത് ശരിയാണ്. പക്ഷേ ആഭ്യന്തരമായി ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യമാണ്, നിയമവാഴ്ചയുള്ള രാജ്യമാണ്. ചോദിക്കാൻ അവിടെ സംവിധാനമുണ്ട്, ഉള്ളിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ ആളുണ്ട്. ഇത് തന്നെയാണ് നെതന്യാഹു ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും ആക്രമണം ഘടിപ്പിച്ചുകൊണ്ട് യുദ്ധം ഒരിക്കലും തീരാത്ത രീതിയിൽ നീട്ടിയെടുക്കേണ്ടത് നെതന്യാഹു എന്ന വ്യക്തിയുടെ ആഗ്രഹം, ഇസ്രായേലിൻ്റെ ആഗ്രഹം മാത്രമല്ല, നെതന്യാഹു എന്ന വ്യക്തിയുടെ ആഗ്രഹം കൂടിയാകുമ്പോൾ തിരക്കഥ പൂർണ്ണമാവുകയാണ്. ഇവിടെ ഒരു തരം അമ്മനും തൊമ്മനും കളി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. കാരണം ഇതെല്ലാം തന്നെ മുൻകൂട്ടി അറിഞ്ഞുള്ള ആക്രമണമല്ലേ. ഇസ്രായേൽ ഹമാസിൻ്റെ താവളങ്ങളെ ആക്രമിക്കാൻ പോകുന്നു എന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. ആക്രമിക്കാനാണെങ്കിൽ ആക്രമിച്ചാൽ മതിയല്ലോ. എന്തിനാണ് അമേരിക്ക അറിയിക്കുന്നത്? എന്തിനാണ് ആ അറിവ് അമേരിക്ക ഖത്തറിന് കൈമാറുന്നത്? അമേരിക്ക ഇറാനെ ആക്രമിച്ചു. അവസാന ഘട്ടത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആണവ നിലയങ്ങൾ ആക്രമിച്ചു. അപ്പോഴും മുൻകൂട്ടി അറിവ് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആണവ മെറ്റീരിയൽ മാറ്റാൻ ഇറാന് സാഹചര്യമൊരുക്കി. അതുപോലെ ഇറാൻ അമേരിക്കൻ താവളത്തെ ഖത്തറിൽ ആക്രമിച്ചു. അപ്പോഴും ഇറാൻ ഖത്തർ ഗവൺമെന്റിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഒരുതരം ഒത്തുകളി ഇതിന് പിന്നിലുണ്ട്.
ആത്യന്തികമായി ഗെയിൻ സംഭവിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്നതാണ്. കാരണം ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകേണ്ടതും നിരന്തരം സംഘർഷം ഉണ്ടാകേണ്ടതും അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അമേരിക്കൻ താവളങ്ങൾ അവിടെ തീർച്ചയായിട്ടും അമേരിക്കയുടെ റോള് ഏത് തരത്തിലാണ്, വലതുപക്ഷ റാഡിക്കൽ പിന്തുണ ഏത് തരത്തിലാണ് ഇനി ഇസ്രായേലിന് കിട്ടുക എന്ന ചോദ്യമുണ്ട്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് കൂടിയായ അഞ്ജന ശങ്കർ യു എയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അഞ്ജന, വളരെ ലോകത്തെ തന്നെ സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്ന് എന്ന് കരുതപ്പെടുന്ന ഖത്തറിൽ ഇങ്ങനെ ഒരു തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ബോംബാക്രമണം നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ആ നാട്ടുകാരോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രവാസി സമൂഹമോ കരുതിയിട്ടുണ്ടാവില്ല. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വലിയ ഒരു വാർ എസ്കലേഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും അത് ഇസ്രയേൽ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു ആശങ്കയുണ്ടോ? അവിടുത്തെ ഒരു പ്രാദേശിക റിപ്പോർട്ടിംഗ് ഒക്കെ അങ്ങനെയാണോ വരുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി, ഒരു ഭയം അത് നിഴലിക്കുന്നുണ്ടോ അവിടെ? നമസ്കാരം. തീർച്ചയായും ഇങ്ങനെ ഒരു അറ്റാക്ക് അതും GCCയുടെ മണ്ണിൽ നടക്കുമെന്ന് ഈ ഒരു സമയത്ത് ഗാസയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും മറ്റ് കക്ഷികളും ശ്രമിക്കുമ്പോൾ, ഖത്താറിന്റെ മീഡിയേഷനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖത്താറിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് ആരും മുൻകൂട്ടി കണ്ടിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. GCCയുടെ മണ്ണിൽ ഇസ്രായേൽ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പ്രസിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ മാസങ്ങളിലെ അവരുടെ ഒരു പാറ്റേൺ ഓഫ് അറ്റാക്സ് നോക്കിയാൽ അറിയാം. ഒരു 6-7 അറബ് രാജ്യങ്ങളെ ഇസ്രായേൽ കടന്നാക്രമിച്ചിട്ടുണ്ട്. പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ലെബനൻ, സിറിയ, ഇറാൻ, ഇറാഖ്, അതുപോലെ ഇപ്പൊ ഗസയിൽ സിറ്റി പിടിച്ചടക്കാനുള്ള ഗസയിലുള്ള യുദ്ധം, വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും മിലിറ്ററി ക്യാമ്പയിനുകളും എല്ലാം. പക്ഷേ GCCയിൽ 2010 ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രായേലിന്റെ ഇങ്ങനെയുള്ള ഒരു കടന്നാക്രമണം അല്ലെങ്കിൽ ഒരു അസാസിനേഷൻ ഒരു പ്ലാൻ അവർ നടപ്പാക്കുന്നത് 2010. ഞാൻ അന്ന് ദുബായിലുള്ള സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മഹ്മൂദ് മബ്ഹൂ എന്ന് പറഞ്ഞ ഒരു ഹമാസ് ലീഡർ, അദ്ദേഹം ഖസാം അൽ ബ്രിഗേഡ് എന്ന ഹമാസിന്റെ മിലിറ്ററി വിങ്ങിന്റെ കോ ഫൗണ്ടറോ ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ദുബായിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ഒരു ബൊസാദ് ഓപ്പറേഷനിൽ അങ്ങനെ ഒരു കൊല നടക്കുമ്പോൾ അത് അന്ന് ദുബായിയെ, GCCയെ, അറബ് രാജ്യങ്ങളെ എല്ലാം ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. അന്ന് അതിന്റെ തോതിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ, ഡിപ്ലോമാറ്റിക് സംഘർഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇസ്രായേലിന് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം 2010 ഒരു അറബ് രാജ്യങ്ങൾ, എബ്രാഹിം അക്കോർഡ്സ് പോലെയുള്ള പീസ് ട്രീറ്റുകളോ GCC രാജ്യങ്ങളായ ഒന്നും ഒരു സൗഹൃദ ബന്ധമോ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പോ ഇല്ലാത്ത സമയമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ മൊസാദിന് എതിരെയും ഇസ്രായേലിനെതിരെയും എല്ലാം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇവിടെ നിന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ 2025 കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസ്പെഷ്യലി എബ്രാഹിം അക്കോർഡ്സ് എന്ന പീസ് ട്രീറ്റി ആദ്യം UAE സൈൻ ചെയ്യുന്നു, പിന്നീട് ബഹ്റൈനും പിന്നെ മൊറോക്കോ അങ്ങനെയുള്ള രാജ്യങ്ങൾ വഴിയെ വരുന്നു. കൂടുതൽ സുഹൃത്തുക്കളെ ഈ റീജിയനിൽ ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ. What Israel wants is they want a regional integrity into GCC, into the Middle East. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ ഒരു ബ്രേസൺ അറ്റാക്ക് ഓൺ ഖത്താറി സോയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല റിപ്പർക്കഷൻസും ഇനി അടുത്ത നാളുകളിൽ എങ്ങനെ വരുമെന്ന് നാം നോക്കി കാണേണ്ട തന്നെ ഇരിക്കുന്നു. വരുന്ന പല GCC നേതാക്കളിൽ നിന്നുമുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ UAEയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഇന്ന് ഖത്തറിൽ എത്തിയിട്ട് ഖത്തർ എമിറിനെ കണ്ടിട്ടുണ്ട്. സൗദി അറേബ്യൻ രാജാവ് പറഞ്ഞിരിക്കുന്നത് സൗദിയുടെ കയ്യിലുള്ള എല്ലാ ശക്തിയും തന്നെ ഖത്തറിന്റെ കൂടെ നിൽക്കും, അവർ എന്ത് തീരുമാനമെടുത്താലും. അപ്പൊ അങ്ങനെ ഒരു സോളിഡാരിറ്റി അഞ്ജന, അതാണ് അങ്ങനെ ഒരു സോളിഡാരിറ്റി ഉണ്ടാകുമോ? നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതാണ്, അങ്ങനെ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. സൗദി അടക്കം ഖത്തറിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സോളിഡാരിറ്റി ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കണോ? ഒരു അറബ് ലീഗ്, ഒരു
അടിയന്തര സമ്മേളനമൊക്കെ വിളിക്കുക, ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒക്കെ ഇസ്രായേലുമായിട്ട് കട്ട് ഓഫ് ചെയ്യുക, അങ്ങനെ ഒരു നയത്തിലേക്ക് നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ GCC? പറഞ്ഞ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്, കാണുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും, നമ്മൾ കാണുന്ന ഈ ഒരു പലരും എടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും ഒരു ബോയിലർ പ്ലേറ്റ് ഡിപ്ലോമസി എന്ന് പറയുന്ന പോലെ വളരെ കറക്റ്റ് ആയിട്ടുള്ള സോളിഡാരിറ്റി രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റുകളും സ്റ്റാൻസുമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനപ്പുറം ഇവർ അറബ് രാജ്യങ്ങൾക്ക്, GCC രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ചിലതുണ്ട്. ഒന്ന്, GCC രാജ്യങ്ങൾ എബ്രാഹിം അക്കോർഡ്സ് പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം. അതാണ് ഇസ്രായേലിനെ ഏറ്റവും വേർ ഇറ്റ് ഹേർട്സ് ഇസ്രായേൽ വിൽ ബി ഡിസോൾവിംഗ് ഓഫ് എബ്രാഹിം അക്കോർഡ്സ്. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രസ്താവന ഉണ്ടാകുമോ, എന്ത് നീക്കം മുന്നോട്ട് നീക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. കാരണം അമേരിക്കയെ പിണക്കാതെ എങ്ങനെ ഇത് ഒരു പോസ്റ്റർ എടുക്കാം എന്നുള്ളതായിരിക്കും ഇപ്പോൾ GCC രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു ഡിപ്ലോമാറ്റിക് ക്വസ്റ്റ്യൻ. കാരണം ഒരു രണ്ട് വഞ്ചിയിൽ കാലിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് എൻ്റെ കോ പാനലിസ്റ്റ് പറഞ്ഞ പോലെ അതേ ഒരു അവസ്ഥ GCC രാജ്യങ്ങൾക്കുമുണ്ട്. കാരണം അമേരിക്ക ഇപ്പോഴും ഒരു വേൾഡ് ഓർഡറിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് വലിയ തോതിലുള്ള മിലിറ്ററി ആയാലും അല്ലാത്ത തരം ഇൻവെസ്റ്റ്മെന്റുകളും GCC രാജ്യങ്ങൾക്ക് പല സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകൾ ഉള്ളതാണ്. യുഎസിനെ മുഴുവനുമായി പിണക്കിക്കൊണ്ട് ഇങ്ങനെ വലിയ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയം ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ. ഓക്കെ. അപ്പൊ അമേരിക്കക്കെതിരെ എങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ അങ്ങനെ വളരെ സ്ട്രേറ്റ് ആയിട്ട് നിലപാടെടുക്കാം? നമുക്ക് അമേരിക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ ശ്രീ രഘുനാഥ് ചൈതന്യ കൂടി നമുക്കൊപ്പം. ശ്രീ രഘുനാഥ് ചൈതന്യ, ഇത് ഒരു കോഡ് നാമത്തിൽ നടത്തിയ ഒരു ടാർഗറ്റഡ് ഒരു ഓപ്പറേഷൻ, പക്ഷേ 6ഓളം പേര് മരിക്കുന്നു. ഇത് മരിച്ചതിനകത്തൊരു ഖത്തറിൻ്റെ ഒരു ഇന്റീരിയർ സെക്യൂരിറ്റി ഫോഴ്സ് അംഗവും വരുന്നു. അപ്പം ഈ ആക്രമണത്തിൻ്റെ ഒരു സൈനിക തന്ത്രമുണ്ട്, ഖത്തറിൻ്റെ ഒരു പ്രതിരോധ ശേഷിയുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇനിയുള്ള കാലത്ത് എത്രത്തോളം ഭയക്കേണ്ടതായിട്ട് വരും, എത്രത്തോളം ആശങ്കപ്പെടേണ്ടതായിട്ട് വരും, എത്രത്തോളം ജാഗ്രത പാലിക്കേണ്ടതായിട്ട് വരും? അപർണ, ഇതില് നമ്മള് ഇത്രയും നേരം ചർച്ചയിലും വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഇസ്രായേൽ ഖത്തറിൽ ഒരു ആക്രമണം നടത്തി. അത് ഖത്തറിനെ അല്ല ആക്രമിച്ചത്, ഖത്തറിലെ ഹമാസിന്റെ നേതാക്കന്മാരെയാണ് അവർ ടാർഗറ്റ് ചെയ്ത. വളരെ പ്രിസിഷൻ സ്ട്രൈക്ക് ആയിരുന്നു. ഒരു പക്ഷെ അവരുദ്ദേശിച്ച ആളുകൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ചിലപ്പോ അവരുദ്ദേശിച്ച ആളുകളെല്ലാം മരിച്ചിട്ടുണ്ടാവില്ല എന്നിരുന്നു കഴിഞ്ഞാലും അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരുന്നു. എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് അതും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പൊ അതിനകത്ത് ഇസ്രായേലിൽ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ അത്രയും വലിയൊരു ആക്രമണം നടന്നു. അവിടെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല, 1200 പേരെയാണ് 5000-ലധികം റോക്കറ്റ് വിട്ടിട്ട് ഹമാസ് കൊന്നൊടുക്കിയത് ഇസ്രായേലില്. അതിന്റെ കൂടെ തന്നെ 250 പേരെ ബന്ദികളാക്കി അവർ കൊണ്ടുപോയി. അന്ന് ഇസ്രായേൽ പറഞ്ഞു ഹമാസിന്റെ ഉന്മൂലനാശനം ചെയ്യാതെ ഞങ്ങൾ അടങ്ങില്ല എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ മിനിഞ്ഞാന്ന് ഹമാസുകാർ 6 ഇസ്രായേലിൽ വെടിവെച്ച് കൊന്നു. അപ്പൊ ഇസ്രായേലിന്റെ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ പൂർവ്വ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഏതെങ്കിലും ഒരു ജൂതനെ നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന്. അവർ ചെറിയൊരു രാജ്യമാണ്. 1948 മുതലാണ് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് ഇവർ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്ടിം സ്റ്റേറ്റിലാണെന്നുള്ളത് നമുക്ക് കാണാം. കാരണം 48 ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് വരുന്നു, 48 തന്നെ അറബ് ഇസ്രായേലി വാർ ഉണ്ടാകുന്നു. പക്ഷെ ആ ഒരു അറബ് നേഷൻസ് ഇസ്രായേലിനെ ഇൻവൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആ യുദ്ധം ജയിക്കുകയുണ്ടായത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ആ ടെറിട്ടറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇസ്രായേലും വെസ്റ്റ് ബാങ്കും പിന്നെ ഗാസ സ്ട്രിപ്പ്, അത് ഈജിപ്തിന്റെ കൺട്രോളിലായിരുന്നു. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർഡന്റെ കൺട്രോളിലായിരുന്നു. അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇന്തിഫാദ എന്ന് പറയുന്നത് നടന്നിരിക്കുന്നത് പലസ്തീൻ, അതായത് ഇസ്രായേലി ഒക്യുപ്പേഷന് എതിരായിട്ട് പലസ്തീൻ ആണ് അതിനെ എതിരായിട്ട് ആദ്യമായിട്ട് മുന്നോട്ട് വരുന്നത്. അത് ഏതാണ്ട് 1987 ഈ സമയത്താണ് ഹമാസിന്റെ ഫോർമേഷനും എന്നാണ് എൻ്റെ ഒരു അറിവ്, 1987.
അതിനുശേഷം ഈ ഹമാസ് ഉണ്ടായതിനു ശേഷം അവര് മുസ്ലിം ബ്രദർഹുഡും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് മറ്റുള്ള റിലീജിയസ് ഫാക്ഷൻസും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് കുറച്ചും കൂടെ ശക്തി പ്രാപിച്ചിട്ട് ഇസ്രായേലിനെ ജീവിക്കാൻ അനുവദിക്കില്ല, ഈ ജൂതന്മാരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, സമ്പൂർണമായിട്ടും നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത രീതിയിലാണ് ഇവര് ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ നടത്തിയിട്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ 1990-കളായപ്പോഴത്തേനും PLO ഇസ്രായേലുമായിട്ട് പീസ് ടോക്ക് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓസ്ലോ അക്കോർഡ്സ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ 1990-കളിലാണ്. പക്ഷെ അങ്ങനെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു അക്കോർഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഹമാസ് അവരുടെ ടെറർ ക്യാമ്പയിൻ ഇന്റൻസിഫൈ ചെയ്തു. ഇവിടെ നമ്മൾ നോക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ തലങ്ങളിലൊക്കെ തന്നെയായാലും നമ്മുടെ ഇന്ത്യയുടെ ശക്തമായ പാലസ്തീൻ പോളിസിക്ക് വിരുദ്ധമാണ് ഇന്ത്യ ഇസ്രായേലിന്റെ ഒരു മിനിസ്റ്റർ ഇവിടെ വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് PV നരസിംഹറാവ് പാലസ്തീനെ നമ്മൾ UN അംഗീകരിച്ചിട്ട് അവർ സ്വതന്ത്ര രാഷ്ട്രമായി എന്ന് പറയുന്നത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവാണ്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രീതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ എക്കാലത്തും ഇസ്രായേലിനെ UN-ലും എല്ലായിടത്തും ഒപ്പോസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് പാലസ്തീനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് ഒരു പോളിസി ഉണ്ടായിരുന്നു വളരെ ശക്തമായിട്ട്. പക്ഷെ പാലസ്തീൻ സ്വതന്ത്രമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി യാസർ അറാഫത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി, പാലസ്തീൻ പ്രശ്നം പരിഹരിച്ചതുപോലെ കാശ്മീർ പ്രശ്നവും പരിഹരിക്കപ്പെടണമെന്ന്. നമ്മുടെ സ്റ്റാൻഡ് എന്താണ്? കാശ്മീർ പ്രശ്നത്തിൽ മറ്റാരുടെയും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് നമ്മൾ അനുവദിക്കില്ല. അതിനുശേഷമാണ് യാസർ അറാഫത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സത്യം പറഞ്ഞ ഇന്ത്യയിൽ വളരെ വാമായിട്ടുള്ള ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം അവർ അർഹിച്ചിരുന്നു നമ്മുടെ പോളിസി അനുസരിച്ചിട്ട്. അന്ന് PV നരസിംഹറാവ് എന്ന് പറയുന്ന ഒരു ബുദ്ധി രാക്ഷസനായിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് തന്നെ യാസർ അറാഫത്തിനെ ഒരുമാതിരി ഇഗ്നോർ ചെയ്ത രീതിയിൽ അപ്പൊ നല്ലൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2005 ഇസ്രായേൽ ഗാസയിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് യൂണിലാറ്ററലി പിന്മാറിയല്ലോ. 2006 ഹമാസ് പാലസ്തീനിലെ ഇലക്ഷൻ ജയിക്കുന്നതും അങ്ങനെ ഗാസ സ്ട്രിപ്പിന്റെ സമ്പൂർണ്ണ കൺട്രോളും അവരുടെ കയ്യിൽ വരുന്നതും 2007 ആയപ്പോഴത്തേനും ഗാസയുടെ ഫുൾ കൺട്രോൾ ഹമാസിന്റെ കയ്യിലായിരുന്നു. എന്നിട്ട് എന്തായി? ഇസ്രായേലും ഈജിപ്തും ആ ടെറിട്ടറിയിൽ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2006 ഒരു മേജർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇസ്രായേലും ഹമാസുമായിട്ട് വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് ഇറാന്റെ പ്രോക്സികളായിട്ട് ഹമാസ് വരുന്നത്. ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാന്റെ പ്രോക്സികളാണ്. ഇവിടെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂത്തികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഹൂത്തികൾ തോന്നുമ്പോൾ സൗദി അറേബ്യയിലേക്ക് റോക്കറ്റ് വിടുകയും സൗദി അറേബ്യ റിട്ടാലിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 2014 എൻ്റെ ഒരു ഓർമ്മ, സൗദി അറേബ്യയും UAE അടക്കുന്ന പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഖത്തറിനെതിരെ ഉപരോധം കൊണ്ടുവന്നു. 2014 അതിന് മുമ്പാണോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഒരു പക്ഷേ അത് ശ്രീമതി അഞ്ജനയ്ക്ക് അറിയാമായിരിക്കും, ഇയർ ഓർമ്മയുണ്ടാവും എപ്പോഴായിരിക്കും എന്നുള്ളത്. ഖത്തറിനെതിരെ ഒരു ഉപരോധം കൊണ്ടും പിന്നീട് അത് സ്ലോലി ഇല്ലാതെയായി. അതിന്റെ കാരണം, ഉപരോധം കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തർ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് അവിടെ അഭയം ശ്രീ രംഗോ ചൈതന്യ, അല്ല ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഹിസ്റ്റോറിക്കൽ അത് നമുക്ക് ക്ലിയർ ആണ്. പക്ഷെ ഞാൻ ഈ അറ്റ് പ്രസന്റ് ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുകയാണ് ഇസ്രായേൽ എന്ന് ഖത്തർ പറയുന്നു. അതായത് ഞങ്ങൾക്ക് തിരിച്ചടിക്കാം, അതിനുള്ള എല്ലാ അവകാശമുണ്ടെന്ന് ഖത്തർ അത് വ്യക്തമാക്കുന്നു. ഫ്രാൻസും ബ്രിട്ടനും മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ അപലപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ ഒക്കെ. ഇതിന് പോരാഞ്ഞിട്ട് നാറ്റോയിൽ പോലും ഇനി ഇത് കൂടെ നിർത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് ആലോചിക്കുന്നു. അമേരിക്കയ്ക്ക് അകത്തൊരു ഇഷ്യൂ വരുന്നു. ഈ വിക്ടിം പൊസിഷനിലാണ് ഇസ്രായേൽ എന്ന് പറയുന്നിടത്ത് അവിടെ ചില കോൺട്രാഡിക്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വരുന്നുണ്ടോ? ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിന്റെ UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ നമ്പർ 51 പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഏതൊരു രാജ്യത്തിനും അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഖത്തറും ഇസ്രായേലും തമ്മിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും ഇസ്രായേലിലെ പിന്നെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ, ഹമാസിന്റെ ആളുകളെയും അതുപോലുള്ള മറ്റുള്ള തീവ്രവാദ സംഘടനകളെയും ഖത്തർ ഷെൽട്ടർ ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ അഭയം കൊടുക്കുന്നുണ്ട്. അറിയാതെ കൊടുക്കുന്നതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ അഭയം കൊടുക്കുന്നുണ്ട്. അവർക്ക് അവിടെ ഇരുന്ന് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഖത്തർ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നുള്ള നിലയിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്
UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51 പ്രകാരം ഇസ്രായേലിന് റിട്ടാലിയേറ്റ് ചെയ്യാനായിട്ടോ അല്ലെ ഇവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലാനോ ഉള്ള അവകാശമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒസാമ ബിൻ ലാദനെ 2011 പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാൻ പോലും അറിയാതെ പൊക്കിയെടുത്തോണ്ട് വന്നത്. അത് സത്യം പറഞ്ഞാൽ പാകിസ്ഥാന്റെ സോവറിനിറ്റിക്കെതിരെയുള്ള ഒരു ആക്രമണം അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. ഞാൻ അപ്പോഴും ചോദിക്കും, തലസ്ഥാന നഗരിയിലെ ജനവാസ കേന്ദ്രം എന്നുള്ള ആ ഒരു ടൈറ്റിലുണ്ട്. അത് ഇപ്പോൾ UAE അടക്കം അപലപിക്കുമ്പോഴും അതാണ് പറയുന്നത്. രണ്ടും രണ്ടായിട്ട് അല്ലേ ലോക സമൂഹം കാണുന്നതെന്നൊരു വിഷയമില്ലേ? തലസ്ഥാന നഗരിയിലെ ജനവാസ കേന്ദ്രം എന്ന് പറയുമ്പോഴും അവിടെ ഒരു ഖത്തറി സിറ്റിസൺ മാത്രമാണ് മരിച്ചത്. വളരെ കൃത്യമായിട്ട് ഹമാസിന്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് ഒരു പിൻ പോയിന്റ് പ്രിസിഷൻ സ്ട്രൈക്കല്ല ഇസ്രായേൽ നടത്തിയത്. അപ്പൊ അതിൽ ശരിയാണ്, തീർച്ചയായിട്ടും ഒരു ഖത്തറി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മരിച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇസ്രായേൽ ഉത്തരവാദിയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹമാസ്, ഖത്തറിന്റെ സപ്പോർട്ടോടുകൂടി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം, ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഈ പറഞ്ഞ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 1200 സിവിലിയൻസ്, മുഴുവൻ സിവിലിയൻസ് അല്ലായിരുന്നു അതിൽ മരിച്ചത് ഏറ്റവും കൂടുതൽ. അപ്പൊ അതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേല് അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ഇവര് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ആക്രമണം നടത്തിയെങ്കിൽ, അമേരിക്ക ഇറാനിൽ എന്തിനാ ആക്രമണം നടത്തിയത്? ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ആക്രമണം നടത്തി. അത് ഇറാന്റെ സോവറിനിറ്റിക്കെതിരല്ലേ? ഓക്കെ, ശരി. എനിക്ക് നമുക്ക് ആ ഒരു തലത്തിൽ നിന്ന് ശ്രീ MS വേണുഗോപാൽ, അന്താരാഷ്ട്ര നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്ന 7ാമത്തെ രാജ്യമായി മാറുന്നു ഖത്തർ എന്ന് പറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന പോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു നടപടിയിലേക്ക് അമേരിക്കയ്ക്കെതിരെ എന്തായാലും ഗൾഫ് കൺട്രീസിന് കഴിയില്ല. പക്ഷേ ഇസ്രായേലിന് എതിരായിട്ട് പലതരത്തിലുള്ള അപലപിക്കൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ വളരെ വ്യക്തമായിട്ട് വരുന്നു. ഐക്യരാഷ്ട്രസഭ വരുന്നത് അവിടെ നിൽക്കട്ടെ, GCC തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. മധ്യസ്ഥ ചർച്ചകൾ പരിപൂർണമായിട്ട് അവസാനിക്കുകയാണ്. ഗസ ഇനി എല്ലാ കാലത്തേക്കും യുദ്ധഭൂമിയായി തുടരുമെന്നുള്ളതിലും തർക്കമില്ല. അങ്ങനെ സമാധാന ചർച്ചകൾക്ക് തുരങ്കം വെക്കുകയാണ് എല്ലാ കാലത്തും നെതന്യാഹു എന്നൊരു മെസ്സേജ് കൂടി ഇട്ടുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരു വിക്ടിം പൊസിഷനിൽ അങ്ങനെ നിന്ന് പോകാൻ ഇസ്രായേലിന് പറ്റുമോ? അല്ല, ഇതിപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേലിന് ഒരു പ്രതിരോധം അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് അവരെല്ലാവരും ഒരു കൂട്ടായ്മയോടുകൂടി നിന്നില്ലെങ്കിൽ ഇത് പലയിടത്തും ആവർത്തിക്കപ്പെടുമോ എന്നവർക്കൊരു ഭയവുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നെതന്യാഹുവിനെ അവരൊരു കൾപ്രിറ്റായിട്ട്, ഒരു കുറ്റാരോപിതനായിട്ടും അദ്ദേഹത്തിനെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരും, UN അതിനുള്ള പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖത്തർ അടക്കം UAE അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് അല്പം ഒരു പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ നെതന്യാഹുവിനെ കണ്ണുരുട്ടി കാണിക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടത് ഇപ്പോഴാണ്. ഇതുവരെ ട്രംപ് അങ്ങനെ ഒരു പ്രകോപിതനായി ഒരു നീക്കം നടത്തിയിട്ടില്ല. കാരണം ഒരു സമാധാന ചർച്ചയ്ക്ക് പോയിരിക്കുന്ന അവസരത്തിലുണ്ടായ ആക്രമണം എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രധാന പ്രശ്നം. അല്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഹാനി വരുന്ന വിധത്തിൽ ഒരു സംഘം ആൾക്കാർ ഹമാസിൻ്റെ നേതൃത്വത്തിൽ അവിടെ താവളം ഉറപ്പിച്ചിരിക്കുന്നതും താമസിക്കുന്നതും അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ഭീഷണിയും ഒക്കെ സത്യം തന്നെയാണെങ്കിൽ പോലും ഒരു സമാധാന ചർച്ചയ്ക്കായി പോയ ഒരു ദൗത്യ സംഘത്തിന് നേരെ വന്ന ആക്രമണം എന്നുള്ള ഒരു കുറ്റം അവിടെ നിലനിൽക്കുകയാണ്. ആ കുറ്റത്തിൽ നിന്നും പെട്ടെന്ന് ഇസ്രായേലിന് മോചിതനാകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളായാലും ബ്രിട്ടനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് UAE അടക്കമുള്ള രാഷ്ട്രങ്ങളും ഇപ്പോൾ ഈ ഒരു വിധത്തിൽ ഒരു ഭീഷണി പോലെ ഞങ്ങൾ ഇസ്രായേലിനെ എതിരെ നിൽക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇസ്രായേലിന് എതിരെ നിൽക്കാൻ കഴിയില്ല. കാരണം USA എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അച്ഛനും മോനും പോലുള്ള ബന്ധമാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അറബ് രാഷ്ട്രങ്ങൾക്ക് UAE-യുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. USA-യുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. USA-യുടെ ബന്ധം എന്ന് പറയുന്നത് അറബ് രാഷ്ട്രങ്ങളിൽ അവരുടെ എല്ലാവിധം ഇൻഫ്രാസ്ട്രക്ചർ മുതൽ സൈനിക താവളങ്ങൾ മുതൽ എല്ലാ സുരക്ഷിതത്വത്തിൻ്റെയും ഒരു പ്രധാന ആണിക്കല്ലെന്ന് പറയുന്നത് USA-ആണ്. USA-യുടെ സ്ട്രാറ്റജിയാണ് അവിടെ പൂർണ്ണമായും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും സുഗമമായി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം.
അപ്പോൾ അതുകൊണ്ട് അറേബ്യൻ രാഷ്ട്രങ്ങൾക്ക് ഒരിക്കലും USA പിണക്കി കൊണ്ടുപോകാൻ കഴിയില്ല. USA പിണക്കാതിരിക്കണമെങ്കിൽ ഇസ്രയേലിനെയും പൂർണ്ണമായിട്ടും തഴയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാനം വരുന്നത് ഖത്തറിൽ ഇനിയും ഹമാസ് ഇതിൻ്റെ ആൾക്കാർക്ക് അഭയം നൽകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. അത് നിൽക്കുകയാണെങ്കിൽ ഇനിയും ഞങ്ങളുടെ രക്ഷയ്ക്കായി പല പ്രതിരോധവും നടത്തുമെന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന ഒരു നിർദ്ദേശമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ആക്രമണം വഴി, ഈ ആക്രമണത്തിൽ അവരുദ്ദേശിച്ച ആൾക്കാരെ വധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവർ വളരെ സാറ്റിസ്ഫൈഡാണ്. ഹമാസിനോട് നിങ്ങൾ ഈ ലോകത്ത് ഒരിടത്തും സേഫ് അല്ല, ഖത്തറിലായാൽ പോലും നിങ്ങൾ സേഫ് അല്ല എന്ന് പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഇന്നലെ ലഘുലേഖ വരെ ഗാസയിൽ വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു വെക്കൂ, ഒരു സ്ഥലവും ഗാസയിലെ 1 ഇഞ്ച് ഭൂമി പോലും നിങ്ങൾക്കാർക്കും സേഫ് അല്ല എന്ന് പറഞ്ഞ അവിടെ നമ്മൾ ഈ അമേരിക്കയെ പിണക്കില്ല GCC നേരത്തെ അഞ്ജനയും പറയുന്നുണ്ടായിരുന്നു ഇതൊരു രണ്ട് വിള. പക്ഷെ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു നമുക്കറിയുന്നില്ല, റഷ്യ, ചൈന, ഇന്ത്യ, ഇതൊരു മറ്റൊരു വശത്ത് ഒരു പാരലൽ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഒന്നും അറിഞ്ഞിട്ടില്ല, നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു അമേരിക്ക എന്ന് പറയുന്നിടത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനൊക്കെ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് സ്റ്റാൻഡ് എടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇസ്രയേലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഇക്വേഷൻ വർക്കൗട്ട് ആകും ഇനിയും എന്ന് തന്നെയാണോ? അങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടില്ല. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ട്രംപ് ആദ്യമായിട്ട് നെതന്യാഹുവിനെതിരെ കണ്ണുരുട്ടിയത് ഇന്നലെയാണ്. അതൊരു നാടകമാണെങ്കിൽ പോലും അത്തരം ഒരു നീക്കത്തിന് കാര്യം ഉണ്ടാകാൻ വഴിയില്ല. കാര്യം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വളരെയധികം സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്രയേലിനെ പോലെയുള്ള ഒരു സ്ട്രാറ്റജിക് ഫ്രണ്ട്ഷിപ്പ് കളയാൻ അമേരിക്ക തയ്യാറാവില്ല, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് തയ്യാറാവില്ല. ഇപ്പോൾ ട്രംപ് കണ്ണുരുട്ടിയാൽ പോലും ഡീപ് സ്റ്റേറ്റ് അതിന് തയ്യാറാവില്ല. കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ പ്രചോദനം കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കാൻ, സ്ട്രാറ്റജിക്കായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ പിണക്കിക്കൊണ്ട് അവർക്കൊരിക്കലും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരു സത്യമാണ്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ഒരു അപ്രതീക്ഷിതമായൊരു അറ്റാക്കും ഇതെല്ലാം അമേരിക്കയ്ക്ക് പെട്ടെന്ന് അങ്ങനെ പറയാനും കഴിയില്ല. ഈ അമേരിക്ക തന്നെയാണ് ഈ ഖത്തറിനെ ഇതിലേക്ക് വലിച്ചഴിച്ചത്. 2011 ഒബാമയാണ് പറഞ്ഞത്, നിങ്ങൾ ഇവരുമായിട്ട് ഹമാസുമായിട്ടൊരു ധാരണയിലുണ്ടാക്കണം, എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു ഓഫീസ് തുറക്കണം, ആ ഓഫീസിൽ വഴി ഞങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് ഈ ഇസ്രയേലും ഒക്കെ ചേർന്നുള്ള ഒരു സൗഹൃദ ബന്ധം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് തുടങ്ങിയത് അവിടെ വെച്ചാണ്. അത് പിന്നീട് ഇറാനിലെ ഓഫീസിനേക്കാൾ അവർ സേഫായിട്ട് കണ്ടത് ഖത്തറാണെന്നുള്ളതാണ് സത്യം. അതോടുകൂടി ഈ ഖത്തറിൽ ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയ ഇത് വരാൻ കാരണം ഇസ്മയിൽ ഹനിയെ ഇറാഖിൽ വധിച്ചതാണ് കാരണം. അതല്ലെങ്കിൽ ഇത്രത്തോളം ശക്തമായിട്ട് ഖത്തറിലെ ഒരു ബേസ് അവർക്ക് ഉണ്ടാക്കാൻ കാര്യമില്ല. കാരണം ഇറാനെ വിശ്വസിക്കാൻ കഴിയില്ല, ഖത്തറിലേക്ക് അവർ മാറി. ഈ ഒരു ആക്രമണ രീതി മൊസാദ് ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ആക്രമണ രീതി അത് ഖത്തറിലെ ഒരു ജനവാസ കേന്ദ്രം, നേരത്തെ ശ്രീ രഘുനാഥ് ചൈതന്യ പറഞ്ഞതുപോലെ അത്രയ്ക്ക് ഒരു, അതായത് ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയതിനപ്പുറത്തേക്ക് ഒരു സ്വൈര ജീവിതത്തിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു എലിമെന്റ് അതിനകത്തില്ലേ? മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇസ്രയേലിന് എതിരായി നിൽക്കുന്നത് ആരായാലും അവരെ നശിപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. അത് ഖത്തറിലായാലും ശരി, ഇനി USA-ക്കകത്തായാലും ശരി, അവരെ നശിപ്പിച്ചിരിക്കും. ഇന്ന് UN-ലെ ഇസ്രായേലിൻ്റെ അംബാസഡർ പറയുണ്ടായി, ഞങ്ങളെപ്പോഴും USA-യുടെ താല്പര്യത്തിനൊത്ത് ആടുന്ന ഒരു പാവയാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട, ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് USA പോലും തള്ളി പറയേണ്ട സാഹചര്യങ്ങൾ വന്നെന്നിരിക്കുമെന്ന് ഇന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയുണ്ടായി. അത് ബോധ്യമാക്കുന്നത് ഇസ്രയേൽ വളരെയധികം ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരും ഇല്ല ഇപ്പോൾ, അത്രയും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. അവർക്ക് ഈ ഗാസയിൽ നിന്നുള്ള എതിർപ്പും കൂടെ വരികയാണെങ്കിൽ, അപ്പോൾ അവിടെ ഇത്രയും യുദ്ധം നടത്തി ഏതാണ്ട് 65,000-ഓളം പേരെ കൊലപ്പെടുത്തി, ഇന്നലെ 41 പേരെ മറ്റാണ് ഒരു നിഷ്കരണം വധിച്ചത്. ഇത്രയൊക്കെ നടത്തിയിട്ടും പിന്നെയും അവർക്ക് വേറൊരു ഷെൽട്ടർ ഖത്തറിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഭയം. ഞാൻ തിരികെ അഞ്ജന ശങ്കർ നേരത്തെ പറഞ്ഞു, ഈ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ് GCC രാജ്യങ്ങൾക്ക്. പക്ഷേ അത് അമേരിക്കയോട്, ഇസ്രയേലിനെ
വിട്ടുകളഞ്ഞുകൊണ്ട് അമേരിക്കയുമായിട്ട് ആ ഒരു റാപ്പോ പറ്റില്ല എന്ന് ശ്രീ വേണുഗോപാലൊക്കെ പറയുന്നതിനോട് അത് ഏത് തരത്തിലാണ്? അപ്പോൾ ഈ ഒരു സോളിഡാരിറ്റി എന്ന് പറയുന്നത്, ഒരു യൂണിറ്റി എന്ന് പറയുന്നത് തൽക്കാലത്തേക്കാണ് എന്നുള്ളതാണോ? ഇസ്രായേലിനെ പരിപൂർണമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കട്ട് ഓഫ് ചെയ്യുക എന്നൊരു കടുത്ത നീക്കത്തിലേക്ക് GCC രാജ്യങ്ങൾ കടക്കാനുള്ള സാധ്യത കുറവാണോ? അപ്പോൾ എങ്ങനെ ഖത്തർ ഇത് ടാക്കിൾ ചെയ്യും? ഇനി തിരിച്ചടിക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഖത്തർ പറയുന്നതിലൂടെ എന്ത് ഹിന്റാണ്, എന്ത് സൂചനയാണ്? തീർച്ചയായും അമേരിക്കയോട് അങ്ങനെ ഒരു സ്റ്റാൻഡ് GCCക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ അതിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ഇസ്രായേലിനോടും അങ്ങനെ ഒരു സ്റ്റാൻഡ് തന്നെയാണ്. കാരണം GCC രാജ്യങ്ങൾ മാത്രമല്ല, മറ്റു ഏത് രാജ്യങ്ങളുടെ കാര്യം എടുത്താലും ഒരു കോയിന്റെ തന്നെ രണ്ട് വശങ്ങൾ പോലെയാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഗാസയിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തൊട്ട് കണ്ടുവരുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇസ്രായേൽ അവരുടെ ഒരു ബ്രേസൺ അറ്റാക്ക് ഓരോ രാജ്യങ്ങൾക്ക് മീതെ, അല്ലെങ്കിൽ അവരുടെ സോവറിനിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക്, അതിന്റെ ഒഡാസിറ്റി അല്ലെങ്കിൽ അത് ഓരോ സ്റ്റെപ്പ് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അമേരിക്കയായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ എന്ത് ഇസ്രായേൽ ചെയ്താലും അമേരിക്ക കണ്ണടയ്ക്കും, ട്രംപ് കണ്ണടയ്ക്കും എന്നുള്ള ഒരു ടാസിറ്റ് എഗ്രിമെന്റ് അവർക്ക് തമ്മിലുള്ളത് മാക്സിമം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹു എന്ന് നമുക്ക് പറയാം. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ കോ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ഫോർമേഷൻ മുതൽ ഒരു അൺകണ്ടീഷണൽ അയൺ ക്ലാഡ് സപ്പോർട്ട്, വെദർ ഇറ്റ് ഈസ് ഡിപ്ലോമാറ്റിക്കലി വെദർ ഇറ്റ് ഈസ് മിലിറ്ററിലി, അമേരിക്ക ഓഫർ ചെയ്യുന്നുണ്ട്. അത് അവരുടെ വെരി മച്ച് പാർട്ട് ഓഫ് ദെയർ സ്ട്രാറ്റജി എന്ന് പറയാം. അത് ഏത് ഭരണം മാറി മാറി വന്നാലും അതങ്ങനെയാണ്, അത് മാറാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ യൂറോപ്യൻ യൂണിയനും മറ്റു പല രാജ്യങ്ങളും വളരെ ശക്തമായ ഭാഷയിൽ ഖത്തറിന്റെ സോവറിനിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയുള്ള ഒരു അറ്റാക്കാണ് എന്ന് ഒറ്റ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ പോലും ഇപ്പോഴും അമേരിക്കയിൽ നിന്ന് വരുന്ന റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാണ് അവർ തമ്മിലുള്ള ഇക്വേഷൻ എങ്ങനെയാണ് എന്ന്. ഒഴുക്കൻ മട്ടിൽ ട്രംപ് പറഞ്ഞു പോകുന്നു, ഐ ആം നോട്ട് വെരി ത്രിൽഡ് അബൌട്ട് ഇറ്റ്, ഐ ആം നോട്ട് ഹാപ്പി എന്ന് പറയുന്നു. ട്രംപ് പറയുന്നു ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് ആദ്യം പറയുന്നു. പിന്നീട് വളരെ കോൺട്രഡിക്ടറി ആയി അന്നേ ദിവസം തന്നെ, ഇന്നലെ തന്നെ വൈറ്റ് ഹൗസ് പ്രസ് കോൺഫറൻസിൽ വൈറ്റ് ഹൗസ് സ്പോക്സ് പേഴ്സൺ പറയുന്നു അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്റ്റീവ് വിറ്റ്കോഫ് ഹാസ് ഇൻഫോംഡ് ഇസ്രായേൽ. അങ്ങനെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നു എന്നല്ലാതെ ഇതുവരെ ഒരു അമേരിക്കൻ പ്രസ്താവന പോലും വളരെ നിശിതമായി ഇസ്രായേലിനെ വിമർശിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി വെരി ക്ലിയർ ദിസ് ടൈം ഓൾസോ ഇസ്രായേലിന് വേണ്ട പ്രൊട്ടക്ഷൻ, ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷനും കവറും എല്ലാം അമേരിക്ക കൊടുക്കും. അത് കൊടുക്കുമെന്നുള്ളത് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് GCC രാജ്യങ്ങളിലുള്ളവർക്കും അറബ് രാജ്യങ്ങൾക്കും വളരെ വ്യക്തമാണ്. സോ they are going to, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ബാലൻസിങ് ആക്ട് they are going to play it very carefully. കാരണം ഇതാണ് അമേരിക്കയിൽ നിന്നും വരുന്ന പ്രതികരണം. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഇത്ര ശക്തമായിട്ടുള്ള അബ്രാഹം അക്കോർഡ്സ് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്രായേലി ഡിപ്ലോമാറ്റുകളെ പിൻവലിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഇതുവരെ നാം കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ബോയിലർ പ്ലേറ്റ് ഡിപ്ലോമസി സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സോ GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അവരുടെ സെക്യൂരിറ്റിക്കുള്ള എന്ത് ഗ്യാരണ്ടി അവർക്ക് അമേരിക്കയ്ക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ഇനി വളരെ ശക്തമായ ഭാഷയിൽ വളരെ വിസിബിൾ ആയിട്ടുള്ള അഷ്യൂറൻസസ് അല്ലെങ്കിൽ റീഅഷ്യൂറൻസസ് GCC രാജ്യങ്ങൾ ആവശ്യപ്പെടാൻ പോവും എന്നാണ് ഡിപ്ലോമാറ്റിക്കലി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഈ ബില്യൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അമേരിക്കയുടെ, വെദർ ഇറ്റ് ഈസ് മിലിറ്ററി ആണെങ്കിലും അല്ലാത്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് ഖത്തർ അടക്കം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഖത്തർ അമേരിക്കയുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വലിയ തോതിലുള്ള ഈ പ്രൈവറ്റ് ജെറ്റ് സമ്മാനിച്ച കാര്യം നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിനെ പാമ്പർ ചെയ്യാനുള്ള കാര്യങ്ങളും ഖത്തർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കൊരു ഡിറ്ററൻസിന് വേണ്ടി സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അമേരിക്ക ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവർ കൊടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്.
ഞാൻ എൻ്റെ കോ പാനലിസ്റ്റുകൾ പറഞ്ഞു ഒന്നോ രണ്ടോ പോയിന്റുകൾ ഐ വുഡ് ലൈക്ക് ടു ജസ്റ്റ് ടു കൗണ്ടർ ദാറ്റ്. ഈ ഇസ്രായേലിനെ നമ്മളൊരു വിക്ടിമായി ഇവിടെ കാണുമ്പോൾ എനിക്ക് അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ പേഴ്സണലി കരുതുന്നു. കാരണം തങ്ങളുടെ ഇസ്രായേൽ ഹാസ് ദ റൈറ്റ് ടു എക്സിസ്റ്റ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ആണ്. കാരണം അങ്ങനെ ഒരു ഹിസ്റ്ററിയാണ് ഇസ്രായേലിനുള്ളത്. പക്ഷേ ഇതേപോലെ റൈറ്റ് ടു സെൽഫ് ഡിഫെൻഡ്, റൈറ്റ് ടു എക്സിസ്റ്റ് മറ്റു രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ വളരെ കൺവീനിയന്റ് ആയി ഫോർഗെറ്റ് ചെയ്യുന്നത്. ആ ഒരു നറേറ്റീവാണ് നാം ഇവിടെ കൊണ്ടുവരേണ്ടത്. കാരണം പല രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാവാം, ബോർഡർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഗറില്ല ഫോഴ്സസ് മറ്റു രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിലും ജിയോ പൊളിറ്റിക്കലി നമുക്ക് നോക്കിയാൽ കാണാം. പക്ഷേ ഇങ്ങനെ വരുന്ന സംഘർഷങ്ങളിലെല്ലാം ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവരുത്താൻ വേണ്ടിയാണ് നമുക്കൊരു ഇന്റർനാഷണൽ ചെക്സ് ആൻഡ് ബാലൻസ് ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പൊ യുഎസിൽ നിന്ന് നമുക്കിപ്പം സജിമോൻ ആന്റണി കൂടി ഉണ്ട്. അദ്ദേഹം അല്പം ലേറ്റ് ആയിട്ടാണ് ചേരുന്നത്. ശ്രീ സജിമോൻ ആന്റണി, ഈ പറഞ്ഞു നിർത്തുന്ന ആ പോയിന്റുകളുണ്ട്. താങ്കൾ അത് കേട്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. GCCക്ക് ചോദിക്കാൻ ഉള്ള ചോദ്യം അത് തന്നെയായിരിക്കും അമേരിക്കയോട്. ഇത്രയും ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ഖത്തറിനൊക്കെ എന്ത് സെക്യൂരിറ്റിയാണ് ഉറപ്പാക്കാൻ കഴിയുക? തലസ്ഥാന നഗരയിൽ ഒരു ജനവാസ കേന്ദ്രത്തിൽ ബോംബിടും. ഇത് ഏത് തരത്തിലാണ് ഒരു ബന്ധത്തെ ബാധിക്കുക? GCCയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം, അത്തരം ഫിനാൻഷ്യൽ ടൈഅപ്പുകളുമായിട്ടുള്ള ബന്ധം അമേരിക്കയ്ക്ക് അകത്ത് ഏത് തരത്തിലുള്ള വികാരമാണ് ഇപ്പോൾ? ഗുഡ് മോർണിംഗ്. GCCയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു കാര്യമായ ചലനം ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു വൺ ടൈം ഇൻസിഡന്റ് ആയിട്ട് മാത്രമാണ് എടുക്കുന്നത്. കാരണം ഇസ്രായേൽ ഒരു വിക്ടമാണോ അതോ പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് വിക്ടമാണോ എന്നുള്ളത് ഇതൊക്കെ ഡിബേറ്റബിൾ ആണ്. നമ്മൾ ഏത് സമയത്ത് എവിടെ നിന്ന് സംസാരിക്കുന്നു എന്നതിനെ ചേർത്താണ്. ഔട്ട്കം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം 2 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. October 7, 2023 ശേഷം 66,800 പേരാണ് കൊല്ലപ്പെട്ടത് ഈ ഒരു ഫൈറ്റിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനകത്ത്. അതിനകത്ത് ഏകദേശം 64,000 ആൾക്കാരും ഗാസയിൽ നിന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഹമാസിന്റെ ആൾക്കാരാണ് എന്ന് പറയാൻ പറ്റും. ബാക്കി 2,800 സംതിങ് ഇസ്രായേലിൽ നിന്നാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഔട്ട്കം എന്നുള്ളത്. അപ്പം ഇവിടുത്തെ ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയപ്പം അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അവർ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും, നമ്പർ 1. നമ്പർ 2, ടെററിസ്റ്റ് എവിടെ ഉണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എവിടെ ഉണ്ടെങ്കിലും അവരെ പോയി തെരഞ്ഞു പിടിച്ച് അവരെ ഇല്ലാതാക്കും എന്നുള്ളൊരു സ്ട്രാറ്റജി അവർ പറയുക മാത്രമല്ല, അത് വൺ ആഫ്റ്റർ അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനകത്ത് വേറൊരു പ്രതിഭാസം കൂടി നമ്മൾ കണ്ടു. ഒരേ സമയം 4 കോണിലേക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസവും നമ്മൾ കണ്ടു. ഒരു സൈഡിൽ ഇസ്രായേൽ ഫൈറ്റ് ചെയ്യുന്നു ഹമാസുമായിട്ട് പാലസ്തീനിൽ, രണ്ടാമത് ഹൂതീസുമായിട്ട് യമനിൽ, അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള സിറിയയിൽ, അതോടൊപ്പം പിന്നെ ഇറാനുമായിട്ടുള്ള ഒരു 10-12 ദിവസത്തെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ കണ്ടു അതിനകത്ത്. അതൊക്കെ അപ്പം ഈ ആദ്യം പറഞ്ഞ ഹമാസ്, ഹൂതീസ്, ഹിസ്ബുള്ള അതൊക്കെ ആയിട്ടൊരു ഓൺഗോയിങ് ആക്ടിവിറ്റി ആയിട്ട് പോവുകയാണെങ്കിൽ ഇറാന്റെ സ്ട്രൈക്ക് പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ അത് വളരെ ടാർഗറ്റഡ് ആയിരുന്നു, സ്പെസിഫിക് ആയിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞു മുടക്ക് തന്നെ എനിക്ക് തോന്നുന്നത് ബിൻ ലാദനെ പിടിക്കാനായിട്ട് പാകിസ്ഥാനിൽ അമേരിക്ക പോയി എങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞ പോണൊക്കെ ഒരു സ്ട്രാറ്റജിയിലായിരുന്നു ഇസ്രായേലിന്റെ ഈ ഒരു അറ്റാക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിനകത്ത് അവർ വളരെ കെയർഫുൾ ആയിരുന്നു. ഖത്താരീസിനോ മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ ആ ഒരു ടെററിസ്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ ഫോക്കസ് ചെയ്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വേറൊരു കാര്യം കൂടി അത് പറയേണ്ടായിരിക്കുന്നു. ചില സമയത്തൊക്കെ ഇവിടെ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം ഖത്തറിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. മീൻസ് GSC ഈ ഗൾഫ് മേഖലയിലുള്ള സപ്പോർട്ട് ഇന്ത്യക്ക് എപ്പോഴും അനുകൂലമാണ്, അമേരിക്കയുടെയും ഫേവറേറ്റ് ആണ് എന്നുള്ള കാര്യം സംശയമില്ല. എന്നാൽ അതോടൊപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഖത്തറിൽ നിന്നാണ് ഈ ഹമാസിന്റെ സീനിയർ ലീഡേഴ്സ് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വിസിബിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാ നെഗോഷിയേഷൻസും അവിടെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിനും സംശയമില്ല. സഹമാനിസ്റ്റ് പറഞ്ഞ മുടക്ക് തന്നെ അമേരിക്കയുടെ തന്നെ ആ റീജിയനിലെ ഏറ്റവും വലിയ ബേസ് തന്നെ ഖത്തറിലാണ് എന്നുള്ള കാര്യത്തിനും സംശയമില്ല. അമേരിക്കയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു. അമേരിക്കയുമായിട്ട് എപ്പോഴും സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക മാത്രം, അമേരിക്ക, ഇസ്രായേൽ, ഈ ഒരു ആംഗിളിലുള്ള വെസ്റ്റേൺ കൺട്രികളുമായിട്ട് ഇതിനകത്ത് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ടോ ഈ പറയുന്നതിനകത്ത്? അതെ, സജിമോൻ പറഞ്ഞതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പല പാനലിസ്റ്റുകളും ഈ ഐസിസിന്റെ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനെ അമേരിക്ക ടേക്ക് ഔട്ട് ചെയ്തതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇത് ഈ എക്സാമ്പിൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഖത്തറിൽ ഹമാസിനെ നശിപ്പിക്കാൻ ഏത് വഴി വരെ പോകുമെന്ന് ഇസ്രായേൽ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഖത്തർ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി, അമേരിക്കയുടെ അറിവോടുകൂടി, സമ്മതത്തോടുകൂടി ഒരു മീഡിയേറ്റർ രാജ്യമാണ് ഖത്തർ ഇപ്പോൾ.
ഇസ്രായേലിന് ദേ മേ ഹാവ് എ ഡിഫറെന്റ് ഓഫ് ഒപ്പീനിയൻ വെദർ ദേ ആർ ഹോസ്റ്റിംഗ് ഹമാസ് ഇൻ ഖത്താർ എന്നുള്ളത്. പക്ഷേ അമേരിക്കയുടെ സമ്മതത്തോടും അറിവോടും കൂടി ഇങ്ങനൊരു നെഗോഷിയേഷൻസ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് വേണ്ടിയല്ല, ഇതിന്റെ മുൻപുണ്ടായ പല എക്സാമ്പിളുകളിലും ഒരു മീഡിയേഷന് വേണ്ടി, ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ തുറന്നു വെക്കുവാൻ വേണ്ടി ആണ് ഖത്തറിൽ ഇങ്ങനൊരു ഹമാസ് ഹോസ്റ്റിംഗ് നടക്കുന്നത് എന്നുള്ള ഒരു സമയത്ത് US ബാക്ക്ഡ് ആയിട്ടുള്ള സീസ് ഫയർ പ്രപ്പോസൽ ഇപ്പൊ കഴിഞ്ഞ 1.5 വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. എത്ര തവണ ലൂപ്പുകളിലായി ഈ സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ എല്ലാം ആവശ്യം എന്തായിരുന്നു? വാസ് ഇറ്റ് എ ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ് ആൻഡ് ഡിപ്ലോമസി? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം 2 വർഷത്തേക്ക് യുദ്ധം കടക്കാൻ പോകുന്നു. പല ആവർത്തി സീസ് ഫയർ നെഗോഷിയേഷൻസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വി ആർ ഗോയിങ് ടു ടേക്ക് ഔട്ട് ദ ഹമാസ് നെഗോഷിയേറ്റേഴ്സ് ഓർ ദി ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ഇൻ ഖത്താർ എന്ന് പറയുന്നതിന്റെ ലോജിക് ഡസന്റ് എക്സിസ്റ്റ്. ഒരു കാര്യം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മുമ്പ് പറഞ്ഞ മരണസംഖ്യക്കകത്ത് ഈ ഹമാസ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ അല്ല ഈ പറഞ്ഞ 2000 അല്ലെ 2800 അത് ഒതുങ്ങുന്നത്. കാരണം അവരുടെ അയൺ ഷീൽഡ് എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കവചം അവർക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്ന് പറഞ്ഞു പോണെങ്കിൽ ഹമാസിന്റെ അയൺ ഷീൽഡ് എന്ന് പറയുന്നതാണ് ഈ ബന്ദികൾ. ഈ പറഞ്ഞ 200-300 ബന്ദികൾ ഉണ്ടായിരുന്നെങ്കിലും അവരെ ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലോജിക്കിന്, അതുകൊണ്ടാണ് ഇപ്പൊ നെഗോഷിയേഷൻ എവിടെയും പോകാതെ നിൽക്കുന്നത്. കാരണം ഹമാസിന്റെ പേടി ബാക്കിയുള്ള എത്രയാണെന്ന് എനിക്കറിയില്ല, 20-30 ആൾക്കാരുണ്ട്. അപ്പൊ അവരെ വിട്ടു കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ മൈലേജ് പോകും, അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി പോകും, ക്രെഡൻഷ്യൽ പോകും എന്നുള്ളൊരു ചിന്ത ഒരു സൈഡിലുണ്ട്. എന്നാൽ മറുവശത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് എടുത്താലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് എവിടെയെങ്കിലും പോയി എവിടെയാണെങ്കിലും അവിടെ പോയി അടിച്ച് തെരപ്പാക്കും എന്നുള്ളൊരു ഒരു സ്ട്രോങ് ഒരു പോസ്റ്റർ കൊടുക്കാതെ അദ്ദേഹത്തിന് നിവൃത്തിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അമേരിക്ക ഇതിനകത്ത് ഒരു ചെറിയൊരു ബാലൻസിങ് ആക്ട് ആണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്കത്. പക്ഷേ ട്രംപിന്റെ കാര്യത്തിൽ ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ ഇതിനകത്തൊരു നെഗോഷിയേഷൻ കൊണ്ടുവരാൻ, ഒരു പീസ് ട്രീറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എന്റെ ആൻസർ യെസ് ആണ്. പക്ഷേ അത് ഫലം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലം കാണുന്നില്ല. തീർച്ചയായിട്ടും അത്തരം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചകൾ പൊളിയുന്നു. ഗാസ ദുരന്ത ഭൂമിയായി, യുദ്ധഭൂമിയായി തുടർന്ന സാഹചര്യം എങ്ങനെയാണ് ഇനി GCC അമേരിക്ക ബന്ധം ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെയാണ് സമയപരിമിതി കൊണ്ട് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു. ഖത്തറിൽ ആശങ്ക ഒഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 69% പ്രേക്ഷകരും അതെ എന്ന് പറയുന്നു. ഒരു പ്രത്യാശ ആണ് പ്രവാസി സമൂഹത്തിനുള്ളത്. 27% മാത്രമാണ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. സമയപരിമിതി കൊണ്ട് വീണ്ടും കടക്കാൻ കഴിയാത്തത് സജിമോൻ ആന്റണി, ശ്രീ രഘുനാഥ് ചൈതന്യ, MS വേണുഗോപാൽ, അഞ്ജന ശങ്കറൊപ്പം ഡോക്ടർ മോഹൻ വർഗീസും പറയാൻ ഡിബേറ്റിന്റെ ഭാഗമായി പൂർണ്ണമാകുന്നു.